ഇറ്റലിക്ക് പോകണം, അവിടെ ജോലി ചെയ്യണം, നല്ലൊരു സാലറി കിട്ടണം, ഫാമിലിയെ പിന്നീട് ഇറ്റലിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇറ്റലിയിലേക്ക് ജോലി വിസയിൽ വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്ലൂസി എന്താണ്? ഫ്ലൂസിയിൽ വന്നാൽ എല്ലാവർക്കും ഇറ്റലിയിലേക്ക് പോകാൻ കഴിയുമോ? ജോബ് ഓഫർ ഇല്ലാതെ പോകാൻ കഴിയുമോ? ഇനി ഏജന്റിന് പണം കൊടുത്താൽ ഇറ്റലി വിസ ഉറപ്പാണോ? 2026 ഫ്ലൂസി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്? 2027 വീണ്ടും അവസരമുണ്ടാകുമോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫ്ലൂസി വന്നിട്ടുണ്ട് എന്നൊരു ഹെഡ്ലൈൻ മാത്രമല്ല, ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഫ്ലൂസി വഴി ഇറ്റലിയിൽ എത്തുന്നതിൻ്റെ മുഴുവൻ പ്രോസസ്സ് എന്താണെന്ന്, ആരാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആരാണ് ഈ ആപ്ലിക്കേഷൻ നൽകേണ്ടത്, എംപ്ലോയർ എന്താണ് ചെയ്യേണ്ടത്, നുള്ളോസ്ത എന്താണ്, വിസ എവിടെ അപ്ലൈ ചെയ്യണം, ഇറ്റലിയിൽ എത്തിയ ശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ 2026 ഫ്ലൂസിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, അത് വളരെ സിമ്പിളായിട്ട് പറയാം. ഇനിയൊരു പ്രധാന കാര്യം ആദ്യം തന്നെ പറയാം. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിനാണ്. ഫ്ലൂസി വഴി ഇറ്റലിയിൽ വരാൻ ലീഗൽ പ്രൊസീജിയർ മാത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 100% വിസ ഗ്യാരണ്ടി എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക, അവരെയും ശ്രദ്ധിക്കുക. കാരണം ഫ്ലൂസി ഒരു ലോട്ടറി ഒന്നുമല്ല, പണം കൊടുത്താൽ കിട്ടുന്ന വിസയുമല്ല. ഇതൊരു സിമ്പിൾ എംപ്ലോയർ സ്പോൺസേഡ് വർക്ക് എൻട്രി സിസ്റ്റമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ ഒരു ടോപ്പിക്കിൽ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇറ്റലിയുടെ റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നേക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം, ഫ്ലൂസി എന്നത് ശരിക്കും എന്താണ്? സിമ്പിളായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റലി സർക്കാർ ഓരോ വർഷവും ഇറ്റലിക്ക് പുറത്തുള്ള നോൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി ആവശ്യത്തിനായിട്ട് ഇറ്റലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന ഒരു കോട്ട സിസ്റ്റമാണ് ഡെക്രത്തോൺ ഫ്ലൂസി. ഇറ്റലിയിലെ ചില സെക്ടറുകളിൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അതായത് അഗ്രികൾച്ചർ, ടൂറിസം, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ട്, സർവീസ് സെക്ടർ, ഫാമിലി അസിസ്റ്റൻസ് പോലെയുള്ള മേഖലകൾ. ഇങ്ങനെയുള്ള മേഖലകളിൽ തൊഴിലാളികളുടെ ആവശ്യമുണ്ടാകുമ്പോൾ സർക്കാർ തന്നെ ഒരു നിശ്ചിത എണ്ണം ഫോറിൻ വർക്കേഴ്സിനെ ലീഗൽ എൻട്രി അനുവദിക്കുന്നു. അതാണ് ഫ്ലൂസി. അതായത് എനിക്ക് ഇറ്റലിയിൽ പോകണം, അതുകൊണ്ട് ഞാൻ ഫ്ലൂസി അപ്ലൈ ചെയ്യുന്നു എന്നല്ല, ഒരു ഇറ്റാലിയൻ എംപ്ലോയറിന് നിങ്ങളെ ജോലി ചെയ്യാൻ ആവശ്യമുണ്ട് എന്നതാണ് പ്രധാന പോയിന്റ്. എംപ്ലോയർ ആണ് സാധാരണയായി നിങ്ങളെക്കുറിച്ച് വർക്ക് ഓതറൈസേഷൻ അഥവാ നിങ്ങളുടെ നുള്ളോസ പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഫ്ലൂസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എംപ്ലോയർ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പകുതി കൺഫ്യൂഷനും തീരും. ഫ്ലൂസി ടൂറിസ്റ്റ് വിസയല്ല, ഫ്ലൂസി ഒരു ലോട്ടറി ഒന്നുമല്ല. ഫ്ലൂസി എന്ന് പറയുന്നത് ഒരു ലീഗൽ വർക്ക് എൻട്രി കോട്ട മാത്രമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, ഇറ്റലി സർക്കാർ 2026 മുതൽ 2028 വരെയുള്ള 3 വർഷത്തേക്കുള്ള ഫ്ലൂസി പ്രോഗ്രാം തീരുമാനിച്ചിട്ടുണ്ട്. ആകെ 4,97,550 എൻട്രീസ്, അതായത് ഏകദേശം 5 ലക്ഷം ആളുകളുടെ 3 വർഷത്തിനിടെ ലീഗൽ വർക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ്. ഇനി അത് ഓരോ വർഷത്തെ കണക്കുകളായിട്ട് നോക്കിയാൽ ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ പ്രോഗ്രാം. ഇതിൽ 2026 മാത്രമായിട്ട് 1,64,850 എൻട്രീസാണ് അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 76,200 സബോർഡിനേറ്റ് വർക്ക് കാറ്റഗറിയും 650 സെൽഫ് എംപ്ലോയ്മെൻറ്റ്, 88,000 സീസണൽ വർക്ക്. ഇവ ഒഫീഷ്യൽ ഫിഗേഴ്സ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 ഫ്ലൂസി ഇല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. 2026 ഫ്ലൂസി ഉണ്ട്. കോട്ട വലിയത് തന്നെയാണ്. പക്ഷെ കോട്ടയുണ്ടെന്ന് കരുതി എല്ലാവർക്കും വിസ കിട്ടും എന്നല്ല. കാരണം ഓരോ കാറ്റഗറിക്കും കണ്ടീഷൻസ് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷനും വെരിഫിക്കേഷനും ഉണ്ട്. എംപ്ലോയറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. കോട്ട അവൈലബിലിറ്റിയും ആവശ്യമുണ്ട്. വിസ പ്രോസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൂസി ഉണ്ടെന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗ്യാരണ്ടി അല്ല. ഇനി ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം. 2026 ഫ്ലൂസി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്? ഇതാണ് ഇപ്പോൾ ഏറ്റവും അധികം ആളുകളും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം. 2026 ഫ്ലൂസി ഇപ്പോൾ എവിടെയാണ്? 2026 പ്രധാന ക്ലിക്ക് ഡേയ്സ് ഇതിനകം നടന്നു കഴിഞ്ഞു. ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റേഷൻ ഡോക്യുമെൻ്റ് പ്രകാരം ജാനുവരി ഫെബ്രുവരി 2026 സീസണൽ നോൺ സീസണൽ കാറ്റഗറീസിനുള്ള കോട്ട അലോക്കേഷൻ നടപടികളും നടന്നു. ഫെബ്രുവരി 16 ഫെബ്രുവരി 18 ബന്ധപ്പെട്ട കോട്ട അലോക്കേഷൻ നടപടികളും ഉണ്ടായി. ഏപ്രിൽ 2026 അഗ്രികൾച്ചർ ടൂറിസം സീസണൽ കോട്ടാസിൻ്റെ അഡീഷണൽ ടെറിട്ടോറിയൽ അലോക്കേഷനും ഒഫീഷ്യലായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് 2026 ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2026 ഫ്ലൂസിയുടെ ഇതിനകം സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ പ്രോസസ്സിങ്, വേരിഫിക്കേഷന്, കോട്ട അലോക്കേഷൻ, എംപ്ലോയറിൻ്റെ സൈഡിലെ നടപടികൾ, നുള്ളോസ്ത ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അത് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2026 ഫ്ലൂസി ആപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതരുത്. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അത് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അതേസമയം നിങ്ങൾ ഇതേവരെ ഒരു എംപ്ലോയറിനോടും ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ 2026 ഫ്ലൂസിയിൽ പുതുതായി എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. ഒഫീഷ്യൽ പോർട്ടൽ സ്റ്റാറ്റസ് മാത്രം ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം 2027 ഫ്ലൂസിയുടെ പ്രോഗ്രാമിനെ കുറിച്ച്. ഇപ്പോൾ പലർക്കും 2026 മിസ്സായി. ഇനി എന്ത്? ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ 2027 പ്രോഗ്രാം ഇതിനകം തന്നെ 2026-2028 പ്ലാനിൻ്റെ ഭാഗമാണ്. 2027 1,65,850 എൻട്രീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 2026 മിസ്സായ ആളുകൾക്ക് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം, 2027 കോട്ടയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ 2027 വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്നല്ല. ഇവിടുത്തെ ഗവൺമെൻറ് റൂൾസ്, ഡേറ്റ്, കാറ്റഗറി ഡീറ്റെയിൽസ്, ക്ലിക്ക് ഡേ ഇൻസ്ട്രക്ഷൻസ് എന്നിവയെല്ലാം ഒഫീഷ്യലായി വന്നതിന് ശേഷം മാത്രമേ എക്സാക്റ്റ് പ്രോസസ്സ് നമുക്കറിയാൻ കഴിയൂ. അതുകൊണ്ട് യൂട്യൂബിലെ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് മെസ്സേജുകൾ ഇവയെ മാത്രമായിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇനി അതേസമയം ഇറ്റാലിയൻ മിനിസ്ട്രി ഓഫ് ലേബർ ഇങ്ങനെ തുടങ്ങിയ ഒഫീഷ്യൽ സോഴ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണ്, എനിക്ക് ഇറ്റലിക്ക് വരണം. എനിക്ക് ഫ്ലൂസി വഴി വരാൻ പറ്റുമോ? ആൻസർ സിമ്പിളാണ്, സാധ്യതയുണ്ട്. പക്ഷേ എലിജിബിലിറ്റിയും എംപ്ലോയർ സ്പോൺസർഷിപ്പും വേണം. ഫ്ലൂസി വഴി വിവിധ ടൈപ്പ് വർക്കുകളാണുള്ളത്. 1 നോൺ സീസണൽ വർക്ക്, 2 സീസണൽ വർക്ക്, 3 സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇതിന് വളരെ ലിമിറ്റഡ് കോട്ട മാത്രമാണുള്ളത്. 2026 ഒഫീഷ്യൽ നമ്പേഴ്സ് പ്രകാരം സീസണൽ വർക്കേഴ്സിന് 88,000 കോട്ടയുണ്ട്. നോൺ സീസണൽ സബോർഡിനേറ്റ് വർക്കേഴ്സിന് 76,200 സെൽഫ് എംപ്ലോയ്മെൻറ്റിനാണെങ്കിൽ 650 ഉള്ളത്. ഇനി ഇതിൽ സീസണൽ ജോലികൾ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ടൂറിസം, ഹോട്ടൽ, സർട്ടൻ സീസണൽ ആക്ടിവിറ്റീസിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നോൺ സീസണൽ വർക്ക് എന്ന് പറഞ്ഞാൽ സീസണെ ആശ്രയിക്കാത്ത ജോലി. പക്ഷേ ഇവിടെ പലപ്പോഴും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കാറുണ്ട്. കൺസ്ട്രക്ഷൻ ജോബ് ഉണ്ടെങ്കിൽ ഫ്ലൂസി വഴി എളുപ്പം പോകാം. ഇനി നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ജോബ് ഉണ്ടെങ്കിൽ ഉറപ്പ്, ഡ്രൈവർ ജോബ് ആണെങ്കിൽ വിസ ഉറപ്പ്.
ഇങ്ങനെ ഇവിടെ പലരിടത്തും പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ജോബ് കാറ്റഗറി, ഒപ്പം നിങ്ങളുടെ കോട്ട, ഒപ്പം നിങ്ങളുടെ എംപ്ലോയർ, വർക്ക് എലിജിബിലിറ്റി, ഡോക്യുമെന്റേഷൻ, ഗവൺമെന്റ് വെരിഫിക്കേഷൻ, ഇവയെല്ലാം മാറ്റർ ചെയ്യും. ഇനി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഒരു വ്യക്തി ഇപ്പോൾ ഇന്ത്യയിൽ ഇരിക്കുന്നു, അയാൾക്ക് ഇറ്റലിയിൽ ജോലി ചെയ്യണം, ലീഗലായി എങ്ങനെ വരും? ഇത് നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിമ്പിളായിട്ട് നോക്കാം. ഇത് മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂ മെമ്പേഴ്സിന് പലർക്കും പലവിധ കൺഫ്യൂഷനും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഇറ്റലിയിൽ എംപ്ലോയർ വേണം. ആദ്യം ഒരു ഇറ്റാലിയൻ എംപ്ലോയർ നിങ്ങളെ ഹയർ ചെയ്യാൻ തയ്യാറാകണം. എംപ്ലോയർ ഇല്ലാതെ സാധാരണ ഫ്ലൂസി വർക്ക് എൻട്രി പ്രോസസ്സ് തന്നെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൂസി വിസ എടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത്, എന്നെ ഇറ്റലിയിൽ ആരാണ് ലീഗലായിട്ട് ഹയർ ചെയ്യുന്നത് എന്നാണ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് എംപ്ലോയർ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇവിടെ നിങ്ങളുടെ എംപ്ലോയർ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഓൺലൈൻ സിസ്റ്റം വഴി വർക്കറിന്റെ വർക്ക് ഓതറൈസേഷൻ പ്രോസസ്സ് തുടങ്ങുന്നു. ഇവിടെ എംപ്ലോയറിന്റെ എലിജിബിലിറ്റിയും പരിശോധിക്കപ്പെടും. ഇനി അടുത്ത സ്റ്റെപ്പാണ് കോട്ട. ആപ്ലിക്കേഷൻ കോട്ടയിൽ വരണം. കോട്ട അവൈലബിൾ ആയിരിക്കണം. കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ കോട്ട ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് വേരിഫിക്കേഷൻ. ഇവിടെ അതോറിറ്റീസ് ആപ്ലിക്കേഷൻ പരിശോധിക്കും. എംപ്ലോയർ ജെനുവിൻ ആണോ, ജോബ് ജെനുവിൻ ആണോ, റിക്വയർഡ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഡോക്യുമെന്റ്സ് ശരിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നുള്ളോസ്ത. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വർക്ക് എൻട്രിക്കുള്ള നുള്ളോസ്ത പ്രോസസ്സ് നടക്കും. നുള്ളോസ്ത എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ഈ പറയുന്ന നുള്ളോസ്ത കിട്ടി എന്നതും നിങ്ങളുടെ വിസ ഓട്ടോമാറ്റിക്കലി കിട്ടി എന്നതും ഒരു കാര്യമല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇതാണ് വിസ. നുള്ളോസ്ത ലഭിച്ച ശേഷം ആപ്ലിക്കൻ്റ് തൻ്റെ കൺട്രിയിലെ ഇറ്റാലിയൻ വിസ പ്രൊസീജിയർ അനുസരിച്ച് വർക്ക് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നുള്ളോസ്ത, വിസ ആപ്ലിക്കേഷൻ, ഇവയെല്ലാം ആവശ്യമായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇറ്റലി എൻട്രി. വിസ ലഭിച്ചാൽ ഇറ്റലിയിൽ എൻട്രി ചെയ്യാം. പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങിയതോടെ തന്നെ നിങ്ങളുടെ പ്രോസസ്സ് തീരുന്നില്ല. അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ് അറൈവൽ ഫോർമാലിറ്റീസ്. ഇറ്റലിയിൽ എത്തിയ ശേഷം വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ലീഗൽ എംപ്ലോയ്മെൻറ്റ് അഥവാ നിങ്ങളുടെ റെസിഡൻസ് പ്രോസസ്സ് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഫ്ലൂസി ഒരു വിസ മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് ലീഗൽ എൻട്രി പ്രോസസ്സ് തന്നെയാണ്. ഇനി ചാനൽ മുഖേനയും ഇൻസ്റ്റാ പേജ് മുഖേന DM ഒക്കെ ആയിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എനിക്ക് വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല, ഡിഗ്രി ഇല്ല, ഇറ്റലിയിൽ വരാൻ പറ്റുമോ? ഇതിനുള്ള ഉത്തരം എനിക്ക് എസ് എന്നോ നോ എന്നോ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം ജോലി അനുസരിച്ചാണ് റിക്വയർമെൻറ്റ്സ് മാറുന്നത്. ചില ജോലിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ആവശ്യമാകും. ചില ജോബിന് എക്സ്പീരിയൻസ് ആണ് പ്രാധാന്യം. ചില സെക്ടറുകളിൽ ലാംഗ്വേജ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഇല്ലെങ്കിൽ ഇറ്റലിയിൽ വരാൻ പറ്റില്ല എന്നും ഡിഗ്രി ഒന്നും വേണ്ട എന്നും എല്ലാവർക്കും വിസ കിട്ടും എന്ന് പറയുന്നതും രണ്ടും തെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ജെനുവിൻ ജോബ് ഓഫർ എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇനിയുള്ളതാണ് ഇറ്റലിയിൽ വരാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണമോ എന്നുള്ള ചോദ്യം. ഇറ്റലി വിസ കിട്ടാൻ എല്ലാ ജോലികൾക്കും ഒരേ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആണെന്ന് കരുതരുത്. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയുന്നത് വളരെ വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ജോബ് ചെയ്യാൻ, എംപ്ലോയറിനോട് സംസാരിക്കാൻ, ഡോക്യുമെൻറ്റ്സ് മനസ്സിലാക്കാൻ, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊമ്മൂണയിൽ, കൊസ്തൂരയിൽ, ഇവിടുത്തെ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എല്ലാത്തിനും ലാംഗ്വേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇറ്റലിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബേസിക് ഇറ്റാലിയൻ പഠിക്കാനായിട്ട് തുടങ്ങുക. വിസ കിട്ടിയാൽ ലാംഗ്വേജ് തീർച്ചയായിട്ടും പഠിക്കാം.
എന്നൊന്നും പറഞ്ഞ് ഇതിനായിട്ട് പ്രത്യേകിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാംഗ്വേജ് പഠിക്കുന്നത് ഇറ്റലിയിൽ സർവൈവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. ഇനി വരുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ്, ഞാൻ ഫ്ലൂസി വഴി ഇറ്റലിയിൽ എത്തിയാൽ ഭാര്യയെയും കുട്ടികളെയും എനിക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇത് ഓട്ടോമാറ്റിക് അല്ല. ഫാമിലി റീയൂണിഫിക്കേഷന് സെപ്പറേറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട്. റെസിഡൻസ് സ്റ്റാറ്റസ്, ഇൻകം, നിങ്ങളുടെ അക്കോമഡേഷൻ, ഫാമിലി റിലേഷൻഷിപ്പ്, ഡോക്യുമെൻറ്റ്സ് ഇവയെല്ലാം ഇവിടുത്തെ റൂൾ അനുസരിച്ച് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലൂസി വിസ കിട്ടിയാൽ ഫാമിലി വിസ ഓട്ടോമാറ്റിക്കലി കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. ആദ്യം സ്വന്തം ലീഗൽ റെസിഡൻസ് അത് നിങ്ങൾ സ്റ്റേബിൾ ആക്കുക. ശേഷം ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ കറണ്ട് റൂൾസ് ചെക്ക് ചെയ്യുക. പിന്നെയുള്ളൊരു ചോദ്യമാണ്, ടൂറിസ്റ്റ് വിസ എടുത്ത് ഇറ്റലിയിൽ പോകാം, അവിടെ ജോലി നോക്കാം, പിന്നെ വർക്ക് പെർമിറ്റ് ആക്കാം. ഇങ്ങനെയുള്ള അഡ്വൈസ് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ടൂറിസ്റ്റ് വിസ എന്നുള്ളത് വർക്ക് വിസയല്ല. ലീഗൽ വർക്ക് എൻട്രിക്ക് ആപ്ലിക്കൽ വർക്ക് ഓതറൈസേഷൻ പ്രോസസ്സ് ഫോളോ ചെയ്യണം. അതുകൊണ്ട് ടൂറിസ്റ്റ് വിസ ട്രാവൽ പർപ്പസിന് മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇറ്റലി വിസയെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി 2027 ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇറ്റലിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാൻ പറയുന്നത് ഇതാണ്. ഒന്നാമതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് അത് വാലിഡാക്കി വെക്കുക. രണ്ടാമത്തത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓതറൈസ് ചെയ്യുക. മൂന്നാമത്തത് ഒരു നല്ല CV തന്നെ തയ്യാറാക്കുക. നാലാമത്തത് ബേസിക് ഇറ്റാലിയൻ പഠിച്ചിരിക്കുക. അഞ്ചാമതായിട്ടുള്ളത് ഒരു ജെനുവിൻ ഇറ്റാലിയൻ എംപ്ലോയറിനെ മാത്രം നിങ്ങൾ അന്വേഷിക്കുക. ഇനി ആറാമത്തത് ഫ്ലൂസി അനൗൺസ്മെൻറ്റ് ഒഫീഷ്യൽ സോഴ്സ് വഴി മാത്രം ഫോളോ ചെയ്യുക. ഏഴാമത് ഏജൻറ്റ് പറഞ്ഞത് കേട്ടു മാത്രം പണം കൊടുക്കരുത്. എട്ടാമത് വിസ ഗ്യാരണ്ടി എന്ന് വാക്ക് കേട്ടാൽ അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 9, 2026 മിസ്സായാൽ ജീവിതം അവസാനിച്ചിട്ടില്ല. 2027 കോട്ട പ്രോഗ്രാമുണ്ട്, 2028 കോട്ട പ്രോഗ്രാമുണ്ട്. ഇതിൽ എൻട്രീസും പ്ലാൻഡാണ്. ഒരുപാട് പേര് ഇറ്റലി സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ സ്വപ്നം മാത്രം പോരാ. റൈറ്റ് ഇൻഫർമേഷൻ, ജെനുവിൻ എംപ്ലോയർ, ലീഗൽ പ്രോസസ്, പിന്നെ വേണ്ടത് പേഷ്യൻസ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഫ്ലൂസി നിങ്ങൾക്കും തുറന്നു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇറ്റലിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെ ഒഴിവാക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിൽ വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതേർച്ചി.